താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന മോദി സർക്കാരിനെതിരെ പ്രതിഷേധം. CPIM അങ്കമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന പ്രതിഷേധം നടത്തി. തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ CPIM അങ്കമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. തൊഴിലുറപ്പ് പദ്ധതിക്ക് സോഷ്യൽ ഓഡിറ്റ് നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ സാമൂഹ്യ ഓഡിറ്റ് നടപ്പാക്കി യഥാർത്ഥ സമയത്ത് പദ്ധതിയുടെ കണക്ക് കൊടുത്ത് പദ്ധതിക്ക് ആവശ്യമായ പണത്തിനുള്ള അപേക്ഷ കൃത്യമായ കൊടുക്കുന്ന സംവിധാനമുണ്ടാക്കിയ സംസ്ഥാനം കേരളമാണ്. ആ പദ്ധതിയുടെ കഴുത്താണ് ഇപ്പോൾ BJP ഗവൺമെന്റ് സമർത്ഥമായി ജനിച്ചത്. അതിന്റെ പേര് പറഞ്ഞെങ്കിൽ 3 പ്രാവശ്യം വായിച്ചു നോക്കണം. MT പഠിച്ചു. വികസിത ഭാരത്, VB, റോസ്കാർ എന്ന് പറഞ്ഞാൽ തൊഴിലാളി പദ്ധതി. റോസ്കാർ യോജനയല്ല, വികസിത ഭാരതത്തിന് വേണ്ടി റോസ്കാർ പ്രഖ്യാപിച്ചു. എന്നിട്ട് കൂടുതൽ പറഞ്ഞു ആൻഡ് അതിജീവ മിഷൻ, അല്ല അജീവ മിഷൻ. ഇത് പഠിക്കും പാടാണ്. അപ്പോ VB റാംജി, ഇതാണ് VB റാംജി എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്തു? പതുക്കെ ആരുടെ പേര് മാറ്റി? രാമന്റെ രാമനല്ല, റോസ്കാർ ആൻഡ് അജീവ് മിഷൻ എന്ന പേരില്ല, അജീവ മിഷൻ എന്ന പേരില്ല. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CB ദേവദർശനൻ ഉദ്ഘാടനം ചെയ്തു. MT വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾ ഈ തൊഴിൽ കൊണ്ട് മാത്രം ഉപജീവനം കഴിച്ചു വരുന്നവരാണ്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ 22 ലക്ഷം കുടുംബങ്ങളിൽ നിന്നായി 27 ലക്ഷം തൊഴിലാളികൾ അവരുടെ ദാരിദ്ര്യം അകറ്റുന്നതിന് വേണ്ടി, അവരുടെ തൊഴിലും വരുമാനവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഈ പദ്ധതി ഇന്നലെ BJP ഗവൺമെന്റ് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചൊരു ബില്ല് കൂടി ഈ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുക എന്ന സമീപനം സ്വീകരിച്ചിരിക്കുക. CPM ഏരിയ സെക്രട്ടറി KP രജീഷ്, CK സലിംകുമാർ, PV മോഹനൻ, PB സന്ധ്യ എന്നിവർ സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയന്റെയും കർഷക തൊഴിലാളി യൂണിയന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി എല്ലാ പഞ്ചായത്തുകൾക്കകത്തും വില്ലേജുകൾക്കകത്തും സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വരാൻ പോകുന്ന ദിനങ്ങളിൽ അതിശക്തമായ പ്രക്ഷോഭം തൊഴിലുറപ്പ് പദ്ധതിയെ തന്നെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന നയസമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ സ്കീം. ഗ്രാമവികസന മന്ത്രി, കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ല് തികച്ചും തൊഴിലാളി വിരുദ്ധവും രാജ്യത്തെ ദുർബല ജനവിഭാഗത്തെ വല്ലാത്ത നിലയിൽ ആക്രമിക്കുന്നതുമായ ഒരു നയസമീപനത്തിൻ്റെ ഭാഗമാണ്. VBG റാംജി എന്ന പേരിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കരുത്ത് ചോർത്തുന്ന ഒരു പുതിയ ബില്ലാണ് കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്കാർ ആൻഡ് അജീവിക മിഷൻ എന്ന പദ്ധതിയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ ഗ്യാരണ്ടി പദ്ധതിക്ക് ബദലായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ 2005 കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച, പാർലമെൻറ്റ് പാസാക്കിയ ഗ്രാമീണ തൊഴിലാളിക്ക് 100 ദിവസം തൊഴിൽ ഉറപ്പ് വരുത്തുന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അർത്ഥം തന്നെ ഇല്ലാതാക്കുന്നതാണ് പുതിയ ബില്ല്. 2005 കേന്ദ്ര ഗവൺമെൻറ് നിങ്ങൾക്കറിയാം, ദേശീയ വനാവകാശ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, വിവരാവകാശ നിയമം, ഇങ്ങനെയെല്ലാമുള്ള നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ടായി. ആ നിയമം പോലെ തന്നെ പ്രധാനപ്പെട്ടതായിരുന്നു ദേശീയ തൊഴിലുറപ്പ് നിയമം. കടുത്ത ദാരിദ്ര്യം നിലനിൽക്കുന്ന ഇന്ത്യയിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ആശ്വാസമായിരുന്നു ഈ ഗ്രാമീണ തൊഴിലാളിക്ക് കരുത്തു പകരുന്നതായിരുന്നു 100 ദിവസം, മിനിമം 100 ദിവസം തൊഴിലുറപ്പ് വരുത്തുന്ന ഈ പദ്ധതി. ഈ പദ്ധതിയുടെ കഥ കഴിക്കുകയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര BJP സർക്കാർ. ഗാന്ധിജിയുടെ പേര് മാറ്റി പുതിയ പേരിട്ടിരിക്കുന്നു എന്നത് മാത്രമല്ല, അത് ഗാന്ധിയോടുള്ള വിരോധമോ പകൽ പോലെ വ്യക്തമല്ല. ഗാന്ധിജിയോട് കേന്ദ്ര സർക്കാരിനും BJPക്കും വല്ലാത്ത രോഷവും വെറുപ്പുമാണുള്ളത്. അത് പ്രതിഫലിപ്പിക്കുന്നതാണ് പേരുമാറ്റം. ഗ്രാമീണ ഇന്ത്യയുടെ ഹൃദയം കവർന്ന നേതാവായിരുന്നു മഹാത്മജി. മഹാത്മജിയുടെ പേരുമാറ്റം മാത്രമല്ല ചെയ്തത്, യഥാർത്ഥത്തിൽ കോർപ്പറേറ്റ് കുത്തക മൂലധന ശക്തികൾക്ക് അനുകൂലമായ വിധം ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങളെ മാറ്റാനും പൊതു അന്തരീക്ഷത്തെ മാറ്റാനുമാണ്
കേന്ദ്ര ഗവൺമെൻറ് വലിയ തോതിൽ പരിശ്രമിക്കുന്നു. 40% തുക കേരളം മുടക്കേണ്ടി വരിക എന്ന് പറഞ്ഞ അർത്ഥം 1500 കോടി രൂപ കേരളം ഈ പുതിയ പദ്ധതിയുടെ ഭാഗമായി മാറ്റിവെക്കണം. അപ്പം സ്വാഭാവികമായും സംസ്ഥാനത്തോടുള്ള ക്രൂരത കൂടിയാണ്. സംസ്ഥാനത്തെ കടുത്ത തോതിൽ സാമ്പത്തികമായി പ്രയാസപ്പെടുത്തുന്ന സമീപനം കൂടി ഇതിന് പിന്നിലുണ്ട്.